ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ഷഷ്ഠോധ്യായം 36-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ഷഷ്ഠോധ്യായഃ. ഋഷിരുവാച ഇതി താസാം സശക്തീനാം സദീനാമസമിത്യ സഹ പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യഗതിമീശ്വരഃ കാലസംജ്ഞാം തദാ ദേവീം ബിഭ്രച്ഛക്തിമുരുക്രമഃ ത്രയോവിംശതിതത്വാനാം ഗണം യുഗപദാവിശത്. സോനുപ്രവിഷ്ടോ ഭഗവാൻശ്ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. പ്രബുദ്ധകർമാ ദൈവേന ത്രയോവിംശതികോ ഗണഃ പ്രേരിതോ ജനയത് സ്വാഭിർമാത്രാഭിരധിപൂരുഷം പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസൃഗണഃ ചുക്ഷോഭാന്യോന്യമാസാദ്യ യസ്മിൻ ലോകാശ്ചരാചരാഃ. ഹിരണ്മയഃ സ പുരുഷഃ സഹസ്ര പരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപബൃംഹിതഃ. സ വൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിബഭാജാത്മനാത്മാനം ഏകധാ ദശധാ ത്രിധാ. ഏഷ ഹ്യശേഷസത്വാനാം ആത്മാംശ പരമാത്മനഃ ആദ്യോവതാരോ യത്രാസൗ ഭൂതഗ്രാമോ വിഭാവ്യത്തെ. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമഥോക്ഷജഃ വിരാജം അതപൽസ്വേന തേജസൈഷാം വിവൃത്തയേ. അഥ തസ്യാഭിതപ്തസ്യ കതിചായതനാനിഹ നിരഭിദ്യന്ത ദേവാനാം താനി മേ ഗതദ ശൃണു. തസ്യാഗ്നിരാസ്യ നിർഭിന്നം ലോകപാലോ വിശത്പദം വാചാ സ്വാംശേന വക്തവ്യഃ യേയാസോ പ്രതിപദ്യത്തെ. നിർഭിന്നം താലുവരുണോ ലോകപാലോ വിശദ്ധരേഃ ജിഹ്വയാംശേന ചരസം യയാസോ പ്രതിപദ്യത്തെ. നിർഭിന്നേ അശ്വിനൗ നാസേ വിഷ്ണോരാവിശദാം പദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്തിര്യതോ ഭവേത്. നിർഭിന്നേ അക്ഷിണീ ത്വഷ്ടാ ലോകപാലോ വിശദ്വിഭോഃ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്തിര്യതോ ഭവേത്. നിർഭിന്നാന്യസ്യ ചർമാണി ലോകപാലോ നിലോ വിശത് പ്രാണേനാംശേന സംസ്പർശം യേനാസോ പ്രതിപദ്യത്തെ. കർണാവസ്യ വിനിർഭിന്നൗ ധിഷ്ണ്യം സ്വം വിവിശോർദിശഃ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യത്തെ. ത്വചമസ്യ വിനിർഭിന്നാം വിവിശോർധിഷ്ണ്യമോ ഓഷധീ അംശേന രോമഭിക്കണ്ഡൂം യൈ അസൗ പ്രതിപദ്യത്തെ. മേഢം തസ്യ വിനിർഭിന്നം സുധിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന യേനാസാവാനന്ദം പ്രതിപദ്യത്തെ. ഗുദം പുംസോ വിനിർഭിന്നം മിത്രോ ലോകേശ ആവിശത് പായുനാംശേന യേനാസൗ വിസർഗം പ്രതിപദ്യത്തെ. ഹസ്താവസ്യ വിനിർഭിന്നാവിന്ദ്ര സ്വർപ്പതിരാവിശത് വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യത്തെ. പാദാവസ്യ വിനിർഭിന്നൗ ലോകേശോ വിഷ്ണുരാവിശത് ഗത്യാ സ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യത്തെ. ബുദ്ധിം ചാസ്യ വിനിർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോദ്ധവ്യം പ്രതിപത്തിര്യതോ ഭവേത്. ഹൃദയം ചാസ്യ നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് മനസാംശേന യേനാസൗ വിക്രിയാം പ്രതിപദ്യത്തെ. ആത്മാനം ചാസ്യ നിർഭിന്നം അഭിമാനോ വിശത്പദം കർമ്മണാംശേന യേനാസൗ കർത്തവ്യം പ്രതിപദ്യത്തെ. സത്വം ചാസ്യ വിനിർഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാസൗ വിജ്ഞാനം പ്രതിപദ്യത്തെ. ശീർഷ്ണോസ്യ ധൂർധരാപദ്ഭ്യാം ഖം നാഭേരുതപദ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയഃ. ആത്യന്തികേന സത്വേന ദിവം ദേവാഃ പ്രപേദിരേ ധരാം രജസ്വഭാവേന പണയോ യേ ച താൻ അനു. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാഃ ഉഭയോരന്തരം വ്യോമ യേ രുദ്രപാർഷദാം ഗണാഃ. മുഖതോ വർത്തത ബ്രഹ്മപുരുഷസ്യ കുരുദ്വഃ യസ്തുന്മുഖത്വാദ്വർണ്ണാനാം മുഖ്യോ ഭൂദ്ബ്രാഹ്മണോ ഗുരുഃ. ബാഹുഭ്യോ വർത്തത ക്ഷത്രം ക്ഷത്രിയസ്തദനുവ്രതഃ യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷഃ കണ്ഡകക്ഷതാത്. വിശോ വർത്തന്ത തസ്യോർവോർ ലോകവൃത്തികരീർവിഭോഃ വൈശ്യസ്ത്വമുദ്ഭവോ വാർത്താം നൃണാം യഃ സമവർത്തയത്.
പദ്ഭ്യാം ഭഗവതോ ജിജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധയേ തസ്യാം ജാതപുരാ ശൂദ്രോ യദ്വൃത്യാ ദുഷ്യതേ ഹരിഃ. ഏതേ വർണ്ണാഃ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാഃ സഹവൃത്തിഭിഃ. ഏതച്ഛത്തർഭഗവതോ ദൈവകർമാത്മരൂപിണഃ കശ്രദ്ധധ്യാത് ഉപാകർത്തും യോഗമായാ ബലോദയം. അഥാപി കീർത്തയാമ്യം യഥാമതി യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സൽക്കർത്തും ഗിരമന്യാഭിധാസതീം. അടുത്തത് 37-ാമത്തെ ശ്ലോകം. ഏകാന്തലാഭം വചസോതു പുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹു ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ഏകാന്തലാഭം വചസോന്നു പുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹു ശ്രുതേശ്ച വിശ്വദ്ഭിർ ഉപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ഇതിൽ ഏകാന്തലാഭം എന്ന് പറഞ്ഞാൽ വലിയ ലാഭം. വചസോതു പുംസാം വാഗിന്ദ്രിയത്തിൻ്റെ, വചസഹ വാഗിന്ദ്രിയത്തിൻ്റെ, മനുഷ്യരുടെ വാഗിന്ദ്രിയത്തിൻ്റെ വലിയ ലാഭം തന്നെയാണ്. എന്ത്? സുശ്ലോകമൗലേർ ഗുണവാദമാഹുഹു. സുശ്ലോകമൗലേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽകീർത്തിമാന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ ശ്രീഹരി. സുശ്ലോകമൗലേർ ഗുണവാദമാഹുഹു, അദ്ദേഹത്തിൻ്റെ ഗുണകഥാ ആഖ്യാനം മനുഷ്യരുടെ വാഗിന്ദ്രിയത്തിൻ്റെ വലിയ ലാഭം ആണ്. ആയിട്ട് ശ്രുതേശ്ച ശ്രുതികളും, ശ്രുതേശ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണേന്ദ്രിയത്തിൻ്റെയും എന്നാണ് അർത്ഥം. ശ്രുതേശ്ച ശ്രവണേന്ദ്രിയത്തിൻ്റെയും വിദ്വദ്ഭിരുപാകൃതായ ആ വിദ്വാൻമാരിൽ ആ നിരൂപണം ചെയ്യപ്പെട്ട ആ കഥാരസത്തിൽ നിന്നാണ്. അത് കേട്ടാൽ, വിദ്വാൻമാരാൽ നിരൂപണം ചെയ്യപ്പെട്ട ആ ശ്രീഹരിയുടെ കഥാരസം കേട്ടാൽ കഥാസുധായാം ഉപസംപ്രയോഗം, അതിൽ പങ്കുചേർന്നുണ്ടെങ്കിൽ ആ ശ്രവണേന്ദ്രിയത്തിൻ്റെയും വലിയ ലാഭമാണ്. അപ്പോൾ ആ ശ്രീഹരിയുടെ ആ ഗുണകഥാഖ്യാനം വാഗിന്ദ്രിയത്തിൻ്റെ വലിയ ലാഭമാണ്. അദ്ദേഹത്തിൻ്റെ കഥാശ്രവണം, കഥാസുധയുടെ ശ്രവണം ശ്രവണേന്ദ്രിയത്തിൻ്റെയും വലിയ ലാഭമായിട്ട് പറഞ്ഞു വരുന്നു എന്നർത്ഥം. ഏകാന്തലാഭം വചസോന്നു പുംസാം സുശ്ലോകമൗലേർ ഗുണവാദമാഹുഹു ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. പതുത്തെ പദങ്ങള്. സുശ്ലോകമൗലേഹേ സൽകീർത്തിമാന്മാരിൽ ശ്രേഷ്ഠനായ ശ്രീഹരിയുടെ ഗുണവാദം ഗുണകഥാഖ്യാനം പുംസാം മനുഷ്യരുടെ വചസഹ വാഗിന്ദ്രിയത്തിൻ്റെയും വിദ്വദ്ഭിഹി വിദ്വാൻമാരാൽ ഉപാകൃതായാം നിരൂപണം ചെയ്യപ്പെട്ട കഥാസുധായാം കഥാരസത്തിൽ ഉപസംപ്രയോഗം പങ്കുചേരൽ ശ്രുതേഹെ ച ശ്രവണേന്ദ്രിയത്തിൻ്റെയും ഏകാന്തലാഭം വലിയ ലാഭമായി ആഹുഹു പറഞ്ഞു വരുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. സുശ്ലോകമൗലേഹേ സൽകീർത്തിമാന്മാരിൽ ശ്രേഷ്ഠനായ ശ്രീഹരിയുടെ ഗുണവാദം ഗുണകഥാഖ്യാനം പുംസാം മനുഷ്യരുടെ വചസഹ വാഗിന്ദ്രിയത്തിൻ്റെയും വിദ്വദ്ഭിഹി വിദ്വാൻമാരാൽ ഉപാകൃതായാം നിരൂപണം ചെയ്യപ്പെട്ട കഥാസുധായാം കഥാരസത്തിൽ ഉപസംപ്രയോഗം പങ്കുചേരൽ ശ്രുതേഹെ ച ശ്രവണേന്ദ്രിയത്തിൻ്റെയും ഏകാന്തലാഭം വലിയ ലാഭമായിട്ട് ആഹുഹു നു പറഞ്ഞു വരുന്നു. അപ്പോൾ അടുത്ത അന്വയം. സുശ്ലോകമൗലേഹേ ഗുണവാദം പുംസാം വചസഹ വിദ്വദ്ഭിഃ ഉപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം ശ്രുതേഹേ ഏകാന്തലാഭം ആഹുഹു. ഒന്നുകൂടി പറയാം. സുശ്ലോകമൗലേഹേ ഗുണവാദം പുംസാം വചസഃ വിദ്വദ്ഭിഃ ഉപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം ശ്രുതേഹേ ഏകാന്തലാഭം ആഹുഹു. അതിനർത്ഥം ആ സൽകീർത്തിമാന്മാരിൽ ശ്രേഷ്ഠനായ ശ്രീഹരിയുടെ
ആ ഗുണകഥാഖ്യാനം മനുഷ്യരുടെ വാഗിന്ദ്രിയത്തിൻ്റെയും വിദ്വാൻമാരാൽ നിരൂപണം ചെയ്യപ്പെട്ട ആ കഥാരസത്തിൽ പങ്കുചേരൽ ശ്രവണേന്ദ്രിയത്തിൻ്റെയും വലിയ ലാഭമായിട്ട് പറഞ്ഞു വരുന്നു. ഒന്നുകൂടി പറയാം. സൽകീർത്തിമാന്മാരിൽ ശ്രേഷ്ഠനായ ആ ശ്രീഹരിയുടെ ഗുണകഥാഖ്യാനം മനുഷ്യരുടെ ആ വാഗിന്ദ്രിയത്തിൻ്റെയും വിദ്വാൻമാരാൽ നിരൂപണം ചെയ്യപ്പെട്ട ആ കഥാരസത്തിൽ പങ്കുചേരൽ ശ്രവണേന്ദ്രിയത്തിൻ്റെയും വലിയ ലാഭമായിട്ട് പറഞ്ഞു വരുന്നു. കാലകർമ്മ ആത്മകരൂപമായിരിക്കുന്ന ഭഗവാന്റെ മായാവൈഭവം വർണ്ണിക്കുവാൻ ആർക്കാണ് സാധിക്കുക? എങ്കിലും കേട്ടതും മനസ്സിലാക്കിയതുമായ വിധം കുറഞ്ഞൊന്ന് വാഴ്ത്താം എന്ന് പറഞ്ഞിട്ട് മൈത്രേയൻ പറയണം. മൈത്രേയൻ ആ ഈശ്വര മഹാത്മ്യത്തെ വർണ്ണിക്കുകയാണ്. വൈദികവും ലൗകികവുമായ വാക്കിന്റെ പ്രയോജനം ഭഗവത് ഗുണവർണ്ണനം ആണെന്നും വൈദികം ആയിട്ടായാലും ലൗകികം ആയിട്ടായാലും ആ വാക്കിന്റെ പ്രയോജനം വരേണ്ടത് ഭഗവത് ഗുണവർണ്ണനം ആണെന്നും ആ ദിവ്യകഥകളിൽ ലയിക്കുകയാണ് മനുഷ്യർക്ക് കരണീയമായിട്ടുള്ളതുമെന്നാണ് മഹദ്വചനം. അപ്പോൾ മനുഷ്യരുടെ വാക്കിന്റെ ഒരേ ഒരു ലാഭം പുണ്യകീർത്തിയായ ആ ഭഗവാന്റെ ഗുണഗണങ്ങളുടെ വർണ്ണനമാണ്. ചെവിയുടെ ഒരേ ഒരു ലാഭം വിദ്വാൻമാരാൽ വർണ്ണിക്കപ്പെടുന്ന ഭഗവാന്റെ ലീലാസമാധിയിൽ സമർപ്പണമാണെന്നും മഹാന്മാർ പറയുന്നു. മനുഷ്യർക്ക് സംസാരിക്കാൻ ശക്തി സിദ്ധിച്ചിരിക്കുന്നതിൻ്റെ പരമപ്രയോജനം പുണ്യകീർത്തി ആയിരിക്കുന്ന ആ ശ്രീഹരിയുടെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നതും ശ്രോത്രേന്ദ്രിയം സിദ്ധിച്ചിരിക്കുന്നതിൻ്റെ മുഖ്യഫലം അറിവുള്ളവർ വർണ്ണിച്ചിരിക്കുന്ന ശ്രീഹരി കഥാമൃതത്തെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതും ആണെന്ന് ആ തത്വജ്ഞന്മാരായിരിക്കുന്ന മഹാന്മാർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിലെ നമുക്ക് ആ വ്യാഖ്യാനം നോക്കാം. ചൂർണികാ വ്യാഖ്യാനം. അഥാപി യഥാ ഗുരുമുഖാൽ ശ്രുതം തഥാ ഹരേഃ കീർത്തി കഥയാമി. ഭഗവതോ ഗുണാൻ അജ്ഞാത്വാപി യഥാമതി കീർത്തനം ശ്രവണേ വാവശ്യം മോക്ഷോ ഭവതി. വന്നിട്ട് 37 ശ്ലോകം. ഭഗവതോ ഗുണാൻ അജ്ഞാത്വാപി യഥാമതി കീർത്തനം. ഭഗവാന്റെ ആ ഗുണകഥകളെ വേണ്ട വിധത്തിൽ കേൾക്കുക. കീർത്തനം, ശ്രവണ, ഇതൊക്കെയാണ് ആ കീർത്തനം ചെയ്യപ്പെടുക, കേൾക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷോ ഭവതി, മോക്ഷം ഉണ്ടാവുമെന്ന് പറയുന്നു. ഏതേ ചത്വാരേ വർണ്ണാഃ ആത്മശുദ്ധ്യർത്ഥം സ്വധർമ്മേണ ഹരി യജന്തി. ഹേ വിദുര, ഏതദ് ഭഗവതോ വിരാട് രൂപം സമ്പൂർണേന കഥയിതും സമർത്ഥോ ഭവേത്. അഥാപി യഥാ ഗുരുമുഖാത് ശ്രുതം തഥാ ഹരേഃ കീർത്തേഃ കഥയാമി. ഭഗവതോ ഗുണാൻ അജ്ഞാത്വാപി തത് യഥാമതി കീർത്തനേ ശ്രവണേ വാ അവശ്യം മോക്ഷോ ഭവതി. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 38 ശ്ലോകം.
38ാമത്തെ ശ്ലോകം. ആത്മനോ വസിതോ വത്സ മഹിമാ കവിനാദിന സംവത്സര സഹസ്രാന്തേ ധിയാ യോഗവിപക്വയാ. ആത്മനോ വസിതോ വത്സ മഹിമാ കവിനാദിന സംവത്സര സഹസ്രാന്തേ ധിയാ യോഗവിപക്വയാ. അപ്പോൾ അല്ലയോ വത്സ, ആത്മനോ വസിതോ വത്സ, ആ പരമാത്മാവിൻ്റെ വസിതോ വത്സ അവസിത ആത്മാവിൻ്റെ പൂർണ്ണത അറിഞ്ഞുവോ മഹിമ, എന്തിൻ്റെ? ആത്മാവിൻ്റെ മഹിമയെ, കവിനാദിന ആ ആദികവിയായിട്ടുള്ള ബ്രഹ്മാവിനാൽ കൂടി ആ ഭഗവാന്റെ മഹിമയെ അറിഞ്ഞുവോ. സംവത്സര സഹസ്രാന്തേ, അദ്ദേഹം എങ്ങനെ 1000 സംവത്സരം കൊണ്ട് ആ പൂർണ്ണമായി അറിഞ്ഞുവോ എന്ന് സംശയമാണെന്നർത്ഥം. ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് 1000 വർഷക്കാലം തപസ് ചെയ്തിട്ടും ആ ഭഗവാന്റെ മഹിമയെ, ആത്മാവിൻ്റെ മഹിമയെ അദ്ദേഹത്തിന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ധിയാ, അന്ധകരണത്താൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ യോഗവിപക്വയ, യോഗം കൊണ്ട് പരിപക്വമായിട്ടുള്ള ആ മനസ്സുകൊണ്ടും ആ അന്ധകരണത്തിന് ആ ഭഗവാന്റെ ആ മഹിമയെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചുവോ എന്നുള്ളത് സംശയമായിട്ട് പറയുകയാണ്. ആത്മനോ വസിതോ വത്സ മഹിമാ കവിനാദിന സംവത്സര സഹസ്രാന്തേ ധിയാ യോഗവിപക്വയാ. അപ്പോൾ അതിൻ്റെ പദങ്ങൾ ഹേ വത്സ, അല്ലയോ വത്സ, ആത്മനഃ പരമാത്മാവിൻ്റെ മഹിമ ആദിന കവിന ആദികവിയായിട്ടുള്ള ബ്രഹ്മാവിനാൽ കൂടി, യോഗവിപക്വയ തപോയോഗം കൊണ്ട് പരിപക്വമായിട്ടുള്ള, ധിയ അന്ധകരണത്താൽ, സംവത്സര സഹസ്രാന്തേ 1000 സംവത്സരം കൊണ്ട്, അവസിത പൂർണ്ണമായി അറിഞ്ഞുവോ എന്ന് സംശയമാണ്. ഒന്നുകൂടി പറയാം. ഹേ വത്സ, അല്ലയോ വത്സ, ആത്മനഃ പരമാത്മാവിൻ്റെ മഹിമ ആദിന കവിന ആദികവിയായിട്ടുള്ള ബ്രഹ്മാവിനാൽ കൂടി, യോഗവിപക്വയ തപോയോഗം കൊണ്ട് പരിപക്വമായ, ധിയ അന്ധകരണത്താൽ ബുദ്ധി കൊണ്ടെന്നർത്ഥം. സംവത്സര സഹസ്രാന്തേ 1000 സംവത്സരം കൊണ്ട്, അവസിത പൂർണ്ണമായി അറിഞ്ഞുവോ. പദത്തെ അന്വയം. ഹേ വത്സ, ആത്മനഃ മഹിമ ആദിന കവിന യോഗവിപക്വയ ധിയ സംവത്സര സഹസ്രാന്തേ അവസിത. അല്ലയോ വത്സ, പരമാത്മാവിൻ്റെ ഹേ വത്സ, ആത്മനഃ മഹിമ ആദിന കവിന യോഗവിപക്വയ ധിയ സംവത്സര സഹസ്രാന്തേ അവസിത. അല്ലയോ വത്സ, പരമാത്മാവിൻ്റെ ആ മഹിമയെ ആദികവിയായ ബ്രഹ്മാവിനാൽ കൂടി, തപോയോഗം കൊണ്ട് പരിപക്വമായിട്ടുള്ള അന്ധകരണത്താൽ 1000 സംവത്സരം കൊണ്ട് പൂർണ്ണമായിട്ട് അറിയുവാൻ സാധിച്ചുവോ. എന്നുകൂടി. അല്ലയോ വത്സ, പരമാത്മാവിൻ്റെ ആ മഹിമ ആദികവിയായിട്ടുള്ള ബ്രഹ്മാവിനാൽ കൂടി, തപോയോഗം കൊണ്ട് പരിപക്വമായിരിക്കുന്ന അന്ധകരണത്താൽ 1000 സംവത്സരം കൊണ്ട് പോലും പൂർണ്ണമായിട്ട് അറിഞ്ഞുവോ. ബ്രഹ്മാവ് 1000 ദിവ്യ സംവത്സരം തപസ് ചെയ്തിട്ട് പോലും ഈശ്വര മാഹാത്മ്യം പൂർണ്ണമായിട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തനായില്ല. പിന്നെ അസ്മാദർശന്മാരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ അംഗ എന്നാലും അന്യവാർത്തകളാൽ ദുഷിച്ച സ്വന്തം വാക്ക് ശുദ്ധീകരിക്കാൻ ഹരിയുടെ ദിവ്യ ലീലയെ ബുദ്ധി അനുസരിച്ച് കീർത്തനം ചെയ്യാം. മനുഷ്യരുടെ വാക്കിൻ്റെ ഒരേ ഒരു ലാഭം പുണ്യകീർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളുടെ വർണ്ണനമാണ്. ചെവിയുടെ ഒരേ ഒരു ലാഭം വിദ്വാൻമാരാൽ വർണ്ണിക്കപ്പെടുന്ന ഭഗവാന്റെ
ലീലാസമാധിയിൽ സമർപ്പണമാണെന്നും മഹാന്മാർ പറയുന്നു. വത്സ, ആദികവിയാൽ പോലും ധ്യാനത്താൽ പരിപക്വമായിട്ടുള്ള ബുദ്ധി വൈഭവം കൊണ്ട് പോലും അനേകായിരം സംവത്സരമായിട്ടും സർവാത്മാവായിരിക്കുന്ന ഭഗവാന്റെ മഹിമ ഇത്രയാണെന്ന് അറിയപ്പെട്ടുവോ? ശ്രീഹരിയുടെ ആ മാഹാത്മ്യം എന്നെ പോലെയുള്ളവർക്ക് അറിയുവാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സർവലോക സൃഷ്ടാവും ജ്ഞാനപ്രവർത്തകനുമായിരിക്കുന്ന ബ്രഹ്മാവും കൂടെ സഹസ്രം സംവത്സരം കഠിന തപസ് ചെയ്ത് ആ ബുദ്ധിയെ പരിശുദ്ധമാക്കിയിട്ടും കൂടെ പരമാത്മാസ്വരൂപനായിരിക്കുന്ന ശ്രീഹരിയുടെ മാഹാത്മ്യത്തെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. അതിനാൽ അസ്മാദൃശന്മാർക്ക് തികച്ചും അറിവാൻ സാധിക്കാത്തതിൽ അത്ഭുതം ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതിൻ്റെ വ്യാഖ്യാനം എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ഹേ വിതുര, ഹരിർമഹിമ സംവത്സര സഹസ്രാന്തേപി, ആ ഹരിയുടെ മഹിമയെ സംവത്സര സഹസ്രാന്തങ്ങളിൽ കൂടി ജ്ഞാതഃ കിം അദ്ദേഹത്തെ അത്ര കാലം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയിട്ട് കൂടി ആ മഹിമയെ പറ്റിയിട്ട് ജ്ഞാതഃ കിം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഹരേർ മഹിമ സംവത്സര സഹസ്രാന്തേപി ജ്ഞാതഃ, ഇത്രയും കാലത്തിൽ കൂടി അറിഞ്ഞിട്ടുള്ള ആൾക്കാർ വല്ലവരുണ്ടോ? ജ്ഞാതഃ കിം നൈവ, ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം 39. അതോ ഭഗവതോ മായാ മായിനാമപി മോഹിനി യൽ സ്വയം ചാത്മവത്മാത്മാ ന വേദ കിമുതാ പരേ. അതോ ഭഗവതോ മായാ മായിനാമപി മോഹിനി യൽ സ്വയം ചാത്മവത്മാത്മാ യത് സ്വയം ചാത്മവത്മാത്മാ ന വേദ കിമുതാ പരേ. അപ്പോൾ ഭഗവന്മായ ആ മായാവികൾക്കും മോഹജനകമാണ്. അതോ ഭഗവതോ മായ, ആ ഭഗവാന്റെ ഭഗവന്മായ മായിനാമപി, മായ കാണിക്കുന്ന ആൾക്കാർക്ക് പോലും അവരെ പോലും മോഹിപ്പിക്കുന്നതാണ്. യത് സ്വയം, ആ ശ്രീഹരി സ്വയം ആത്മവത്മാത്മം സ്വമായയുടെ പരിധി അറിയുന്നില്ല. ശ്രീഹരി പോലും തൻ്റെ സ്വന്തം ആ മായയുടെ പരിധി അറിയുന്നില്ല എന്നർത്ഥം. യത് സ്വയം ആത്മവത്മാത്മ ന വേദ കിമുതാപരേ, അറിയുന്നില്ല. അതിനാൽ അപരേക്കും, ബാക്കി അന്യരുടെ കഥ ഇനി പറയാനുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതോ ഭഗവതോ മായാമായിനാമപി മോഹിനി യത് സ്വയം ആത്മവത്മാത്മ ന വേദ കിമുതാ പരേ. ഭഗവതഃ മായ, ആ ഭഗവാൻ മായ, മായിനാം അപി, മായാവികൾക്കും മോഹജനകമാണ്. യത് കാരണം, ആത്മാ പരമാത്മാവായിരിക്കുന്ന ശ്രീഹരി സ്വയം തന്നെയും ആത്മവർമ്മ സ്വമായയുടെ പരിധി ന വേദ അറിയുന്നില്ല. അതഃ അതിനാൽ, അപരേ കിം ഉത അന്യരുടെ കഥ പറയാനുണ്ടോ? ഭഗവതഃ മായ ഭഗവൻ മായ മായിനാം അപി മായാവികൾക്ക് പോലും മോഹജനകമാണ്. യത് കാരണം, ആത്മാ ആ പരമാത്മാവായ ശ്രീഹരി സ്വയം തന്നെയും ശ്രീഹരി പോലും ആത്മവർമ്മ സ്വമായയുടെ പരിധി ന വേദ അറിയുന്നില്ല. അതഃ അതിനാൽ, അപരേ കിം ഉത അന്യരുടെ കഥ പറയാനുണ്ടോ? അപ്പോൾ മായാവികൾക്ക് പോലും ആ മോഹത്തെ ജനിപ്പിക്കുന്ന ആ മായാ വൈഭവം പൂർണ്ണമായിട്ടും ശ്രീഹരി പോലും അറിയുന്നില്ല. ഇത്രയും പറഞ്ഞ ആ ഈശ്വരവൈഭവം വാചാമഗോചരം തന്നെയെന്ന് ആ ശ്രുതിവാക്യം ഉദ്ധരിച്ച് ഇനി അടുത്ത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ അന്വയം ഭഗവതഃ മായാം മായിനാം അഭിമോഹിനി യത് ആത്മാ ശ്രീഹരി സ്വയം ച ആത്മവർമ്മ ന വേദ അതഃ അപരേ കിം ഉത. ഭഗവതഃ മായാ മായിനാം അപി മോഹിനി യത് ആത്മാ സ്വയം ച
ആത്മവർമ്മ ന വേദ അതഃ അപരേ കിം ഉത അതായത് ആ ഭഗവൻ മായാവികൾക്ക് പോലും മോഹജനകമാണ്. കാരണം പരമാത്മാവായിരിക്കുന്ന ആ ശ്രീഹരി തന്നെയും സ്വമായയുടെ ആ പരിധി അറിയുന്നില്ല. അതിനാൽ അന്യന്മാരുടെ കഥ പറയാനുണ്ടോ? അപ്പോൾ ഭഗവൻ ആ മായാവികൾക്കും മോഹജനകമാണ്. അത് കാരണം എന്താണ് കാരണം? പരമാത്മാവായിരിക്കുന്ന ശ്രീഹരി പോലും ആ സ്വന്തം മായയുടെ പരിധിയെ അറിയുന്നില്ല. അതിനാൽ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അതിനാൽ ഭഗവാന്റെ മായ യോഗികൾക്ക് പോലും മോഹിപ്പിക്കുന്നതാണ്. എന്തെന്നാൽ സ്വയം സർവാത്മാവായ ഭഗവാൻ പോലും തൻ്റെ യോഗമായ പ്രഭാവം എന്താണെന്നറിയുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കഥ എന്തു പറയാനാണ്? ആശ്ചര്യശക്തിയെ വഹിച്ചിരിക്കുന്ന ആ ബ്രഹ്മവാദികൾക്കും മോഹത്തെ ജനിപ്പിക്കുന്നതിന് മതിയായിരിക്കുന്നതാണ് ശ്രീ ഭഗവാന്റെ അപാരമായിരിക്കുന്ന ആ മായാപ്രഭാവം. സാക്ഷാൽ ഭഗവാൻ തന്നെ ആ ഭഗവാന്റെ മായാവിലാസത്തിൻ്റെ അവധി ഇത്രയും ആണെന്ന് അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവർ അറിയുന്നില്ലെന്ന് പറയണമോ? ഭഗവാൻ തന്നെ ആ സ്വമായാവിലാസത്തെ അറിയുകയില്ലെങ്കിൽ സർവജ്ഞൻ എന്നുള്ള സ്ഥിതി ഭഗവാനും ഇല്ലല്ലോ എന്നുള്ള ശങ്കയുണ്ടാവാം. അതിന് സമാധാനം അടുത്ത ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, അടുത്ത ശ്ലോകം നോക്കാം. യതോ പ്രാപ്യന്യവർത്തന്ത വാചശ്ച മനസാ സഹ അഹം ചാന്യ ഇമേ ദേവാസ്തസ്മൈ ഭഗവതേ നമഃ. യതോ പ്രാപ്യന്യവർത്തന്ത വാചശ്ച മനസാ സഹ അഹം ചാന്യ ഇമേ ദേവാസ്തസ്മൈ ഭഗവതേ നമഃ. മനസ്സിനുകൂടെ ആ വാക്കും അഹന്തത്വവും മറ്റുള്ള എല്ലാ ഇന്ദ്രിയ ദേവഗണങ്ങളും ആ യാതൊരുവനിൽ ചേരാതെ പിന്തിരിയുന്നുവോ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സ്വന്തം അഹങ്കാരം കൊണ്ടോ മറ്റ് എന്തെങ്കിലും ഗുണങ്ങളെ കൊണ്ടോ ഇന്ദ്രിയ ദേവഗണങ്ങളെ കൊണ്ടോ യാതൊരുവന് അപ്രാപ്യമായിട്ട് ചേരുന്നതാണ് ആ ഭഗവാന്റെ ആ സ്വഭാവം. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന് സർവേശ്വരന് നമസ്കാരം എന്നാണ് പറഞ്ഞത്. യതോ പ്രാപ്യന്യവർത്തന്ത, പ്രാപിക്കാൻ സാധിക്കില്ല, വാചശ്ച വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, സഹ അഹം തൻ്റെ സ്വന്തം ശക്തി കൊണ്ടും സാധിക്കില്ല, അഹങ്കാരം കൊണ്ടും സാധിക്കില്ല. അന്യ വസ്തുക്കളെ കൊണ്ടോ, ഇമേ ദേവാസ്തസ്മേ ഇവിടെയുള്ള ദൈവീകമായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടോ ഒന്നും ആ ഭഗവാനെ നമ്മൾക്ക് ആ സർവേശ്വരന് നമുക്ക് പ്രാപ്യമല്ല. അങ്ങനെയുള്ള സർവേശ്വരന് ഇവിടെ നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം അതിലത്തെ അന്വയം മനസാ സഹവാചഃ അഹം അന്യേച ഇമേ ദേവാഃ യതഃ അപ്രാപ്യ നിവർത്തന്ത തസ്മൈ ഭഗവതേ നമഃ. ഒന്നുകൂടി പറയാം. മനസാ സഹ വാചഃ അഹം അന്യേ ഇമേ ദേവാഃ യതഃ അപ്രാപ്യ നിവർത്തന്ത തസ്മൈ ഭഗവതേ നമഃ. അതായത് മനസ്സിനോടുകൂടെ വാക്കും അഹംതത്വവും അതിൻ്റെ ദേവതയായിരിക്കുന്ന രുദ്രനർത്ഥം. അന്യേ മറ്റുള്ള ഈ ഇന്ദ്രിയ ദേവഗണങ്ങളും യാതൊരുവനിൽ ചേരാതെ പിന്തിരിയുന്നുവോ ആ സർവേശ്വരനായിക്കൊണ്ട് നമസ്കാരം. എന്നുകൂടി പറയാം. മനസ്സിനോടുകൂടെ വാക്കും അഹംതത്വവും അതിൻ്റെ ദേവതയായിട്ടുള്ള രുദ്രനും മറ്റുള്ള ഈ ദേവഗണങ്ങളും യാതൊരുവനിൽ ചേരാതെ പിന്തിരിയുന്നുവോ ആ സർവേശ്വരനായിക്കൊണ്ട് നമസ്കാരം. ശ്രീരുദ്രനും ഈ മറ്റു ദേവന്മാരും യാതൊന്നിനെ അവർക്ക് പോലും യാതൊന്നിനെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രാപിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് മടങ്ങുന്നവരാണ്.
പരാജയപ്പെട്ട് മടങ്ങുന്നുവോ അപ്രകാരം മാഹാത്മ്യത്തോട് കൂടിയിട്ടുള്ള ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അഹം ശബ്ദത്തിന് അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ശ്രീരുദ്രനാണെന്നും അന്യമായിരിക്കുന്ന തത്വങ്ങൾക്ക് ഇമേ ദേവാഹ ഈ ദേവന്മാര് ഇന്ദ്രിയാധിഷ്ഠിത ദേവതകളാണ്. അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ, അതും ദേവതകളും എന്നർത്ഥം. അഹങ്കാരസ്യാധിഷ്ഠിത രുദ്രോപി ഇമേ ഇന്ദ്രിയാധിഷ്ഠാതാരോ ദേവാ അന്യേച എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. തൈത്രീയോപനിഷത്തിലത്തെ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നുള്ളതാണ് ഈ ഉപനിഷത്തിലത്തെ ആ വാക്യത്തെ സൂചിപ്പിക്കുന്ന ശ്ലോകമാണ്. ഭാഗവതത്തിലത്തെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇത്. യഥോ പ്രാപ്യന്യവർത്തന്ത വാചശ്ച മനസാ സഹ അഹം ജാന്യ ഇമേ ദേവാസ്തസ്മൈ ഭഗവതേ നമഃ. യഥോ വാച തൈത്രീയോപനിഷത്തിലെ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ബ്രഹ്മാനന്ദ 4-9 മന്ത്രാർത്ഥം ശ്ലോകം ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ വാക്കുകൾ മനസ്സോടുകൂടി യാതൊന്നിനെ പ്രാപിക്കാതെ അവിടെ നിന്നും മടങ്ങുന്നുവോ, കൂടാതെ മറ്റിന്ദ്രിയ ദേവതകളും മടങ്ങുന്നുവോ അപ്രകാരം അചിന്ത്യപ്രഭാവനായിരിക്കുന്ന ഭഗവാന് അപ്രകാരമുള്ള അചിന്ത്യ പ്രഭാവമുള്ള ഭഗവാന് നമസ്കാരം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തു ഏത് വിധമായിരിക്കുന്നുവോ ആ വസ്തുവിനെ ആ നിലയിൽ അറിയുന്നതാണ് സർവജ്ഞത. അപരിച്ഛിന്നനായ ഭഗവാന്റെ അവധി ഇത്രയാണെന്നറിഞ്ഞാൽ അപരിച്ഛിന്നനെന്നുള്ള നിലയില്ലാതെയായി, പരിച്ഛിന്നനാണെന്ന് വന്നു. അപ്പം അപരിച്ഛിന്നനെ പരിച്ഛിന്നനായിട്ടറിഞ്ഞാൽ സർവജ്ഞതയ്ക്ക് കുറവ് സംഭവിക്കും. അതുകൊണ്ട് സ്വതേ അപരിച്ഛിന്നതയെ സ്വതേ അപരിച്ഛിതനായിട്ട് തന്നെ ആരറിയുന്നുവോ ആ അപരിച്ഛിന്നനെ സ്വന്തം അറിയും എന്നുള്ളതാണ്. ആ ഭഗവാൻ അറിയുന്നുവോ അവർക്ക് മാത്രമേ സർവജ്ഞത. അപ്പം അതിനെ കൂടി അറിയുന്നവന് മാത്രമേ, ആ അപരിച്ഛിന്നതയെ കൂടി അറിയുന്ന ആ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സർവജ്ഞത ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യസ്യ മതം തസ്യ മതം മതം യസ്യ ന വേദ സഹ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം ആവിജാനതാം എന്ന ഉപനിഷദ് വാക്യം. പ്രായം ആർക്കുണ്ടോ വിജ്ഞാതം ആവിജാനതാം എന്ന് ആ ഉപനിഷദ് വാക്യം കാണപ്പെടുന്നത്. ഇന്ന വിധമായിരിക്കുമെന്ന് അഭിപ്രായം ആർക്കുണ്ടോ, ആ തത്വം ഇന്ന വിധമാണെന്ന് ആയിരിക്കുമെന്ന അഭിപ്രായം ആർക്കുണ്ടോ അവർ തത്വജ്ഞന്മാരല്ല. അറിഞ്ഞുവെന്ന് പറഞ്ഞവർ അറിഞ്ഞവരല്ല. അറിഞ്ഞില്ല എന്ന അഭിപ്രായമുള്ളവർ തന്നെ അറിഞ്ഞവർ. അറിവിന് വിഷയമാവാത്ത വസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവർ ആ പരമാർത്ഥ വസ്തുവിനെ അറിഞ്ഞവരല്ല. അറിവ് തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മതത്വം അറിവിന് വിഷയമല്ലെന്ന് സാരം. അറിവ് തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മതത്വം അറിവിന് വിഷയമല്ലെന്ന് സാരം. ഇങ്ങനെ ആരാലും അറിയപ്പെടാതിരിക്കാനുള്ള കാരണം വാക്കിനും മനസ്സിനും ആ ഭഗവത് തത്വം വിഷയമല്ല. പരമാത്മാവസ്തു എന്ന വാസ്തവം തന്നെ, വസ്തു എന്നത് വാസ്തവം തന്നെ എന്നുള്ള സംഗതിയെ സൂചിപ്പിച്ചുകൊണ്ട് ജ്ഞാനത്തിനായിക്കൊണ്ടുള്ള ആ പ്രയത്നത്തിൽ നിന്ന് മടങ്ങിയിട്ട് ഭക്തിയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് നല്ലതെന്ന് ബോധിപ്പിക്കുന്ന വേദവാക്കുകളെയും ഇന്ദ്രിയങ്ങൾ കൊണ്ടറിവാൻ കഴിയാത്ത വസ്തുക്കളെയും അറിവാൻ ശക്തിയുള്ള ഋഷികളായിട്ടുള്ള ഞങ്ങളും ഇന്ദ്രിയാധിഷ്ഠിത ദേവതകളായിരിക്കുന്ന ആ ബ്രഹ്മാദി ദേവന്മാരും യാതൊരുവൻ്റെ സ്വരൂപം, ഗുണം, ഐശ്വര്യം എന്നിവയെ പരിപൂർണമായിട്ട് പറയുകയും അറിയുകയും ചെയ്യാതെ
പറവാനുള്ള വാക്കുകളോടും അറിവാനുള്ള മനസ്സോടും കൂടെ യാതൊരുവനെ പ്രാപിക്കാതെ മടങ്ങുന്നുവോ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 40 ശ്ലോകങ്ങളുള്ള ഈ തൃതീയ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം അഹോ ഹരേർ മായ, ഹരിയുടെ മായ, മായിനാം അഭിമോഹിനി, മായ അറിയുന്നവർക്ക് അവരെ പോലും മോഹിപ്പിക്കുന്നതാണ്. യസ്മാത് ഹരിഹി, അതുകൊണ്ട് ആ ഹരി സ്വമായ സ്വമായാ ഗതിരേതാവർത്തിതി സ്വമായാ ഗതിരേതാവതീതി, സ്വന്തം മായയുടെ ആ അവധി പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. എന്നാ വേദ അറിയുന്നില്ല. അനന്തത്വ, അനന്തമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മായയുടെ ആ സീമയെക്കുറിച്ച് അറിയുന്നില്ല. അതോ ദുർജ്ഞേയത്വ, അങ്ങനെ അറിയപ്പെടാത്തതാവയാൽ കേവലം തസ്മൈ, അങ്ങനെയുള്ള ആ ഭഗവാനായിക്കൊണ്ട് ഭഗവതേ നമസ്കരോമി, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അപ്പോ അഹോ ഹരേർമായ മായിനാമഭിമോഹിനി യസ്മാത് ഹരിഹി സ്വമായാ ഗതിരേതാവതീതി ന വേദ അനന്തത്വാത് അതോ ദുർജ്ഞേയത്വാൽ കേവലം തസ്മൈ ഭഗവതേ നമസ്കരോമി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഷഷ്ഠോധ്യായഃ, 6-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അടുത്ത അധ്യായം അതുവരേക്കും നമ്മൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. 6-ാമത്തെ അധ്യായം നാളെ അതിൻ്റെ സമർപ്പണം, അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ആശയങ്ങളെ അവലോകനം, പിന്നെ സംഗ്രഹം, പിന്നെ അത് ചോദ്യോത്തര പങ്ക്തി, ഇത്രയും കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഈ 6-ാമത്തെ അധ്യായം ഇവിടെ പൂർത്തിയാക്കാം. ഹരേ കൃഷ്ണ.